മഴയെത്തും മുൻപേ എന്ന സിനിമയുടെ വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ ആ സിനിമ ചെയ്യാൻ മമ്മൂക്ക തയ്യാറായിരുന്നുവെന്നും എന്നാൽ നായിക ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സംവിധായകൻ കമൽ പറഞ്ഞിട്ടുണ്ട്. നായികയായി ശോഭന വേണ്ട എന്ന് മമ്മൂക്ക തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സംവിധായകൻ പറയുന്നത് ഇങ്ങനെയാണ്: മൊത്തം കഥ ശ്രീനിവാസൻ മമ്മൂക്കയോട് ഫോണിലാണ് പറഞ്ഞത്. ഇന്നത്തെ പോലെ പോയി നേരിട്ട് കഥ പറയുന്ന രീതിയൊന്നും അന്നില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് കഥ ഇഷ്ടമായി. ഫാമിലിക്കും യൂത്തിനും പിടിക്കുന്ന സിനിമയായിരിക്കുമെന്ന് മമ്മൂക്ക പറഞ്ഞു. കോളേജിലെയും ഹോസ്റ്റലിലെയും ഒക്കെ തമാശകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നും പറഞ്ഞു. അതുപോലെ ഇമോഷണൽ ട്രാക്ക്. അന്നത്തെ മമ്മൂക്കയുടെ സിനിമകളിലെ ഏറ്റവും വലിയ വിജയം അത്തരം ഇമോഷണൽ ട്രാക്കുകളായിരുന്നു. അതിലെ മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. സ്ക്രിപ്റ്റ് ഒക്കെ ആയപ്പോൾ പിന്നെ കാസ്റ്റിംഗ് ആയിരുന്നു പ്രശ്നം. ശ്രീനിവാസന്റെയും മമ്മൂക്കയുടെയും വേഷം ആദ്യമേ തീരുമാനിച്ചു. ശോഭനയെയാണ് ആദ്യം തന്നെ നായികയുടെ റോളിലേക്ക് തീരുമാനിച്ചത്. എന്നാൽ ശോഭനയെ മാറ്റാൻ പറ്റുമോ എന്നായി മമ്മൂക്ക. ഞാനും ശോഭനയും കുറെ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ചില സിനിമകളിലും ശോഭന തന്നെയാണ് നായിക. വേറെ ഏതെങ്കിലും നടിമാരെ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുറച്ച് നടിമാരുടെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചു. പക്ഷേ ശോഭനയല്ലാതെ ആ കഥാപാത്രത്തിലേക്ക് മറ്റൊരാളെ പരിഗണിക്കാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല. കാരണം ഈ കഥാപാത്രം ഒരു ഡാൻസറാണ്, എക്സ്പേർട്ട് ഡാൻസറാണ്. മാത്രമല്ല നൃത്തം ചെയ്യുന്ന ഒരാൾ അവരുടെ ശരീരം തളർന്നു പോകുന്ന പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ശോഭന ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ മമ്മൂക്കയ്ക്ക് അത് അത്രയും തൃപ്തിയുണ്ടായിരുന്നില്ല. പക്ഷെ ഒടുവിൽ ശോഭനയെ തന്നെ തീരുമാനിച്ചു. പിന്നെ ആനിയുടെ കാര്യം പറഞ്ഞു. ഇയാളുടെ പിറകെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആനി എന്ന അമ്മയാണ് സത്യം എന്ന ബാലചന്ദ്ര മേനോന്റെ പടത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. അതിനുശേഷം വേറെ പടത്തിലൊന്നും അഭിനയിച്ചില്ല. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തന്നെ ആനിയുടെ അഭിനയം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആനിയുടെ കാര്യം പറയുന്നത്. മമ്മൂക്ക ആദ്യം പറഞ്ഞത് ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ആണാണെന്നല്ലേ തോന്നുക എന്നായിരുന്നു. തമാശയായി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ എങ്ങനെ ഈ കഥാപാത്രത്തിലേക്ക് പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് ആണത്തമുള്ള ഒരു പെണ്ണിനെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇന്നത് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആനിയിലേക്ക് എത്തുന്നത്. ആനിയുടെ രണ്ടാമത്തെ സിനിമയായിരുന്നു മഴയെത്തും മുൻപേ. ഇത്രയുമാണ് കമൽ പറഞ്ഞത്.